ഒറ്റ ദിവസം 8 കോടി പൊട്ടിക്കാൻ ഇതെന്ത് വെള്ളരിക്ക പട്ടണമോ? അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്കുകൾ പുറത്തുവിടണം. പമ്പയിൽ വെച്ച് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായ തുകയുടെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അയ്യപ്പ സംഗമത്തിന് ചെലവായി എന്ന് പറയുന്ന 8 കോടി രൂപ കമ്മീഷൻ കൂടി ചേർത്ത തുകയാണെന്ന് ചെന്നിത്തല പറഞ്ഞു. ഏതൊക്കെ ഇനത്തിലാണ് ഈ പറയുന്ന 8 കോടി ചെലവായത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഒറ്റ ദിവസത്തെ പരിപാടിക്ക് 8 കോടി രൂപ ചെലവായതിന്റെ ലോജിക്ക് പിടികിട്ടുന്നില്ല. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം. ഇതിൽ ഭൂരിപക്ഷം വേണ്ടപ്പെട്ടവർക്കുള്ള കമ്മീഷനാണ്. ഇത് അടിമുടി കമ്മീഷൻ സർക്കാരാണ്. അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സ്പോൺസർമാരിൽ നിന്നും കണ്ടെത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ സ്പോൺസർമാരിൽ നിന്ന് എത്ര തുക കിട്ടി എന്നും ഏതൊക്കെ സ്പോൺസർമാരാണ് പണം നൽകിയതെന്നും വ്യക്തമാക്കണം. ഇതുവരെ 4 കോടിയോളം രൂപ പദ്ധതി നടത്തിപ്പിന്റെ ബില്ലിനത്തിൽ മാറിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം പോയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ വർക്കിംഗ് ഫണ്ടിൽ നിന്നാണ്. സ്പോൺസർമാർ തുക നൽകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ഈ തുക ചെലവാക്കിയിരിക്കുന്നത്? ആരാണ് ഈ പൊളിഞ്ഞുപോയ പരിപാടിക്ക് 8 കോടി നൽകുന്ന സ്പോൺസർമാർ? കോട്ടയത്തെയും കുമരകത്തെയും നക്ഷത്ര ഹോട്ടലുകൾക്ക് ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ അഡ്വാൻസ് നൽകിയത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ആരൊക്കെയാണ് ഈ നക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച VVIP അതിഥികൾ? അവരുടെ പേര് വിവരങ്ങളും പുറത്തുവിടണം. വിദേശത്തു നിന്നും വൻതോതിൽ പ്രതിനിധികൾ എത്തുമെന്നായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ അവിടെ നിന്നും കാര്യമായി ആരും എത്തിയില്ല. 4000 അതിഥികൾക്കുണ്ടാക്കിയ ഭക്ഷണം വെട്ടിമൂടേണ്ടി വന്നു. കാര്യമായി ആരും പങ്കെടുക്കാതെ ഒഴിഞ്ഞ കസേരയ്ക്ക് മുന്നിൽ നടത്തിയ ഈ ഒറ്റ ദിവസത്തെ പരിപാടിക്ക് എങ്ങനെയാണ് 8 കോടി രൂപയുടെ ചെലവ് വന്നതെന്ന് സർക്കാർ വ്യക്തമാക്കിയേ പറ്റൂ. ദേവസ്വം ബോർഡ് കറവ പശുവല്ല. വിശ്വാസികളുടെ കാണിക്കയാണ് ദേവസ്വം ബോർഡിന്റെ വരുമാനം. അതിൻ്റെ എല്ലാ ഫണ്ടിലും കൈയിട്ട് വാരാൻ കേരളത്തിലെ വിശ്വാസി സമൂഹം അനുവദിക്കില്ല, ചെന്നിത്തല വ്യക്തമാക്കി.